സൗദിയിലേക്ക് ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായി നിരവധി മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ പ്രതിരോധിച്ചു. US സൈനികരുള്ള റിയാദിലെ അൽ ഖർജ് ലക്ഷ്യമാക്കി 5 ക്രൂയിസ് മിസൈലുകളും 5 ഡ്രോണുകളും എത്തി. ഒരു ഡ്രോൺ കിഴക്കൻ പ്രവിശ്യയിലാണ് പ്രതിരോധിച്ചത്. ആകെ 11 ആക്രമണ ശ്രമങ്ങളാണ് ഇന്നുണ്ടായത്. സൗദിയിലെ വ്യാപാര മേഖലയെ യുദ്ധം ബാധിക്കുന്ന സാഹചര്യത്തിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വിലയും വർദ്ധിക്കുകയാണ്. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അഫ്താബ്, ഇന്നും ആക്രമണ ശ്രമങ്ങൾക്കൊന്നും അയവ് വന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എവിടെയൊക്കെയാണ് പ്രതിരോധ ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത്? ഇന്ന് എന്തായിരുന്നു സാഹചര്യം? അനിഷ, ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ സൗദിയിലേക്ക് ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് ഇന്നലെ നടന്ന ആക്രമണ ശ്രമങ്ങൾക്ക് സമാനമാണ് ഇന്നുമുണ്ടായ ആക്രമണങ്ങളുടെ എണ്ണം. എന്ന് വെച്ചാൽ രാവിലെ ആദ്യം റിയാദിനടുത്തുള്ള അൽ ഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് 3 ബാലിസ്റ്റിക് മിസൈലുകൾ എത്തുന്നത്. ഒപ്പം 2 ഡ്രോണുകളും ആ സമയത്ത് തന്നെ എത്തിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും സമാനമായ രീതിയിൽ തന്നെ ആക്രമണ ശ്രമങ്ങൾ നടന്നു. അത് കഴിഞ്ഞ് ഇന്ന് വൈകിട്ടാണ് അവസാനം ഏതാണ്ട് 6 മണിയോട് കൂടെ അവസാന ആക്രമണ ശ്രമം നടക്കുന്നത്. ഇതെല്ലാം ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു. എന്ന് വെച്ചാൽ ആകെ 5 ബാലിസ്റ്റിക് അല്ല ക്രൂയിസ് മിസൈലുകളും ഒപ്പം തന്നെ 6 ഡ്രോണുകളുമാണ് ഇന്ന് സൗദിയിലേക്ക് എത്തിയിട്ടുള്ളത്. ആക്രമണത്തെ തോത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും US സൈനികർ നിലകൊള്ളുന്ന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമണത്തിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇത് പക്ഷേ സൗദി അറേബ്യയിലെ പൊതുജനത്തെ ഇപ്പോഴും ബാധിച്ചിട്ടില്ല. യുദ്ധം ആരംഭിച്ച ശേഷം ഈ ഒരു നിമിഷം വരെ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് സൗദിയിലെ സ്ഥിതിഗതികൾ എത്തിയിട്ടില്ല. പ്രത്യേകിച്ചും ഈ മിസൈലുകളെല്ലാം തന്നെ പ്രതിരോധിക്കുന്നത് ഒഴിഞ്ഞ പ്രദേശത്ത് വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ പോലും ദിനേന എന്നോണം ഈ ആക്രമണ ശ്രമങ്ങൾ US കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് സൗദിയിലേക്കും തുടരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൗദിയുടെ വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ വഴിയുള്ള കയറ്റുമതിയാണ്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ കയറ്റുമതി നിലവിലെ സാഹചര്യത്തിൽ ഏത് തോതിലാണ് എന്നുള്ളത് വ്യക്തമല്ല. അതേസമയം തന്നെ ഈ കയറ്റുമതിയിൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യം നിലവിലുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ കിഴക്കൻ പ്രവിശ്യ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സൗദി അറേബ്യയുടെ കയറ്റുമതികളെല്ലാം തന്നെ നടന്നിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് കപ്പലുകൾ ഈ ഹോർമുസ് കടലിടുക്ക് അടച്ച പശ്ചാത്തലത്തിൽ അങ്ങോട്ടേക്ക് എത്തുന്നില്ല. ഇന്നിപ്പോൾ അല്പം മുമ്പ് വന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്നേ ദിവസം വരെ ഏതാണ്ട് 4 ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ 9 കപ്പലുകൾ മാത്രമാണ് ഹോർമുസ് വഴി കടന്നു പോയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതുവഴി ശരാശരി 120 മുതൽ 138 വരെ കപ്പലുകളാണ് പ്രതിദിനം ഇതുവഴി കടന്നു പോകാറുള്ളത്. ആ സ്ഥാനത്താണ് 4 ദിനത്തിനിടെ ഏതാണ്ട് 9 കപ്പലുകൾ മാത്രം ഇതുവഴി കടന്നുപോയി എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ മാരിടൈം അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ക്രൂഡ് മേഖലയിൽ മാത്രമല്ല, സൗദി അറേബ്യയിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും എല്ലാം തന്നെ കയറ്റുമതി ഇറക്കുമതി മേഖലകളെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് സംഗതികൾ ഈ യുദ്ധം ദീർഘമായി നീണ്ടുപോയാൽ ബാധിക്കും. പ്രത്യേകിച്ച് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ബദൽ മാർഗങ്ങളുണ്ട്. പക്ഷേ തൊട്ടപ്പുറത്തുള്ള മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കുവൈത്ത് ഉൾപ്പെടെയുള്ള UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മറ്റു മാർഗങ്ങൾ കയറ്റുമതിക്കോ ഇറക്കുമതിക്കോ ഇല്ല. പിന്നെയുള്ളത് വ്യോമമാർഗമുള്ള സംവിധാനങ്ങളാണ്. അതിന് തന്നെ സ്വാഭാവികമായിട്ടും കൂടുതൽ സംഖ്യ അവർ ഇറക്കേണ്ട സാഹചര്യം അവരുടെ മുമ്പിലുണ്ടാകും. സൗദിക്ക് പക്ഷേ ബദൽ മാർഗങ്ങൾ ലഭ്യമാണ് എങ്കിൽ പോലും അതിന് കൂടുതൽ ഇൻഷുറൻസും കൂടുതൽ ചിലവും വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ തരത്തിൽ വിപണിയിലേക്ക് ഇത് ഘട്ടം ഘട്ടമായി എത്തുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയേണ്ടി വരും. ആക്രമണത്തിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ തോതിലുള്ള ആക്രമണം ഇറാനകത്ത് നടത്തുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അതിന്റെ ഭാഗമാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ആക്രമണത്തിന്റെ തോത് കുറഞ്ഞു എന്നുള്ളതാണ് ഈ 7ാം ദിനത്തിലും നമുക്ക് പറയാൻ സാധിക്കുക. എങ്കിൽ പോലും US പൗരന്മാർ നിൽക്കുന്ന കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അനിഷ, അഫ്താബ്, ഒരു കാര്യം കൂടി, ഈ സൗദിയിലെ ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ ആക്രമണ ശ്രമങ്ങളൊന്നും പോയിട്ടില്ല എന്ന് പറയുന്നത് അത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അവിടെ ഈ ഭരണകൂടത്തിന്റെ ഇടപെടൽ കൂടി എടുത്തു പറയേണ്ടി വരും. പക്ഷേ അതിനിടയിൽ തന്നെയാണ് ഈ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല ഇറാൻ കീഴടങ്ങണമെന്ന ആവശ്യം US ആവർത്തിച്ച് പറയുന്നത്. അതിന് സാധിക്കില്ല എന്ന് ഇറാൻ പരിഹാസ രൂപേണ മറുപടി നൽകുന്നുമുണ്ട്. അങ്ങനെയിരിക്കെ ഈ സൗദിയിൽ ഉൾപ്പെടെ പ്രത്യേക സുരക്ഷയോ മറ്റ് സംവിധാനങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടോ? ഒപ്പം തന്നെ സൗദിയിലെ വ്യാപാര മേഖലയെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്?
അനിഷ, ഇതിന്റെ ഒരു ഈ പ്രതിരോധത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം യമനുമായുള്ള യുദ്ധകാലത്ത്, യമനിൽ ആക്രമണം തുടങ്ങിയ കാലം മുതൽ തന്നെ സൗദി അറേബ്യയിലേക്ക് നിരന്തരം എന്നോണം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടന്ന ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അക്കാലം മുതൽ ഏതാണ്ട് 2012 മുതൽ തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ശക്തമായി നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു കണക്ക് പറയുമ്പോൾ ഏതാണ്ട് 8,000-ഓളം ആക്രമണ ശ്രമങ്ങൾ യമന്റെ ഭാഗത്തു നിന്നും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഭൂരിഭാഗം ആക്രമണങ്ങളും പ്രതിരോധിക്കുവാൻ രാജ്യത്തിന് സാധിച്ചിട്ടുമുണ്ട്. ഇതേ ഒരു പശ്ചാത്തലം നിലവിലെ യുദ്ധ സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സൗദി അറേബ്യക്ക് അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഇത് ഒരു പക്ഷേ സാധാരണക്കാർ പോലും സാധാരണ രീതിയിൽ ഇവിടെയുള്ള ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നത് അപൂർവമായി മാത്രമേ കാണാറുള്ളൂ. ഒരു പക്ഷേ അത് പ്രതിരോധിക്കുന്ന സമയത്തുള്ള ശബ്ദങ്ങൾ സാധാരണക്കാർ കേൾക്കാറുണ്ട്. അതുപോലും വളരെ കുറഞ്ഞ നിലയ്ക്ക് കുറഞ്ഞ ആളുകൾ മാത്രമേ അവരുടെ ശ്രദ്ധയിൽ മാത്രമേ അത് പെടാറുള്ളൂ. ഇതാണ് രാജ്യത്തുള്ള പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരം. എങ്കിൽ പോലും വലിയ തോതിൽ എന്ന് വെച്ചാൽ കൂട്ടമായി മിസൈലുകൾ എത്തുന്ന ഒരു സാഹചര്യമൊന്നും ഇതുവരെ സൗദി അറേബ്യയിലേക്ക് ഉണ്ടായിട്ടില്ല. താരതമ്യേന ഗൾഫ് രാജ്യങ്ങളുടെ തന്നെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒമാനൊപ്പം തന്നെ ഏതാണ്ട് സൗദി അറേബ്യയിലേക്കും കുറഞ്ഞ എണ്ണം ആക്രമണ ശ്രമങ്ങൾ മാത്രമാണ് ഇറാനിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുതന്നെ ഈ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കോ മറ്റോ ഇതുവരെ ആക്രമണ ശ്രമം നടന്നിട്ടില്ല, അത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്നത്. നേരത്തെ ഉണ്ടായ ഒരു ആക്രമണം എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് US-ന്റെ എംബസി കേന്ദ്രീകരിച്ച ഒരു ആക്രമണം നടന്നത്. പക്ഷേ അത് ഇറാൻ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതാണ് പൊതുവിലുള്ള ചിത്രം. പക്ഷേ ഈ പറഞ്ഞതുപോലെ യുദ്ധം പെട്ടെന്ന് തീരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് കരയുദ്ധത്തിലേക്കോ മറ്റോ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കൂടുതൽ സമയം ഈ ഹോർമോസ് ഉൾപ്പെടെ അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് പ്രതിസന്ധി സൃഷ്ടിക്കും. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, ഇറാനെ പ്രാദേശികമായി പിന്തുണക്കുന്ന നിരവധി കക്ഷികളുണ്ട്. പ്രത്യേകിച്ച് ലെബനോനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെ യമനിലെ ഹൂത്തികൾ ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങൾ ഇറാനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. അവർ അതിൽ ലെബനോനിൽ നിന്നും ഹിസ്ബുള്ള ഇപ്പോൾ നേരിട്ട് തന്നെ യുദ്ധത്തിൽ ഇടപെട്ട സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ഹൂത്തികൾ കൂടി രംഗത്തിറങ്ങുകയാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഗസ യുദ്ധത്തിൽ കണ്ടതാണ്. അത് ചെങ്കടൽ മേഖലയിലെ കടലിലേക്കുള്ള പ്രവേശന പാത അടക്കുക എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. അനിഷ.